പാറൂസ് വേൾഡ്. പാറൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇന്ന് നമ്മൾ നല്ലൊരു ബീട്രൂട്ട് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ പാലക്കാട് ബീട്രൂട്ട് ഉപ്പേരി എന്നൊക്കെ പറയും. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരിയുടെ റെസിപ്പി കാണാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ വീഡിയോ ഒന്ന് മൊത്തമായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മൾ കിറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ബീട്രൂട്ട് ഇങ്ങനെ കുറേ ദിവസമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന മെത്തേഡിലുള്ള ഉപ്പേരി നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം, ബീട്രൂട്ട് ഒന്ന് തൊലി ചെത്തി എടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പീലർ വെച്ചിട്ട് കളയാൻ എളുപ്പമുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. ഞാൻ എന്തായാലും ഒന്ന് പെട്ടെന്ന് തൊലി ഒന്ന് കളഞ്ഞെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ തൊലിയെല്ലാം കളഞ്ഞിട്ട് ബീട്രൂട്ടൊക്കെ നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനെ അരിഞ്ഞ് കഷ്ണങ്ങളാക്കണ്ടേ നമുക്ക്. അപ്പോൾ ഇപ്പോഴും നമുക്ക് ഒരുപാട് എളുപ്പപ്പണികളുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഞാനിവിടെ ചോപ്പറിലാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ മെത്തേഡിൽ വട്ടത്തിൽ അരിഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് ഉപ്പുണ്ടാക്കുന്നവർ ഉണ്ടല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും എന്താ അതിനെ ആവശ്യത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നെപ്പോലെ ചോപ്പർ ഉപയോഗിച്ചിട്ട് അധികം ശീലമില്ലാത്തവർ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഒരുപാട് കനത്തിലൊന്നും നമ്മൾ ചോപ്പറിലിട്ട് അരിയാന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ കഷ്ണങ്ങൾ. അപ്പോൾ ഇതാ നമ്മുടെ സംഭവം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറേശ്ശെയായിട്ട് നമ്മുടെ ബീട്രൂട്ട് കഷ്ണങ്ങളെ ഇതിലേക്കൊന്ന് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഇതാ കണ്ടല്ലോ എത്ര പൊടിയായിട്ട് നമ്മുടെ കഷ്ണങ്ങൾ അരിഞ്ഞു വന്നിട്ടുള്ളതെന്ന് നോക്കി. നമ്മൾ എങ്ങനെ നോക്കിയാലും ഇത് അരിയാൻ ഒരു അരമണിക്കൂർ സമയമെങ്കിലും എടുക്കൂ അല്ലേ, ഇത്രയും ക്വാണ്ടിറ്റിയിൽ അരിഞ്ഞെടുക്കാൻ. അപ്പോൾ നമ്മുടെ എളുപ്പപ്പണികളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ നമുക്ക് ചില സമയങ്ങളിലൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാ ബാക്കിയുള്ള കഷ്ണങ്ങളും ഞാൻ ഇതുപോലെ ഒന്ന് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ. നമ്മുടെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്ത് നമ്മളിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അവിടെ ചിലവർ ബീട്രൂട്ടിൻ്റെ കട്ട് കളയാന്ന് വേണ്ടി കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഊറ്റി കളയാറുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങനെ ചെയ്തെടുക്കാറില്ല. പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കി തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വന്ന ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മളിതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഉപ്പേരികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതലായിട്ടും വെളിച്ചെണ്ണ ഉപയോഗിച്ച് നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞങ്ങളിവിടെ ക്യാബേജ് ഉപ്പേരിയിൽ ഒഴികെ എല്ലാ ഉപ്പേരികളിലും വെളുത്തുള്ളി ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും. ഇത്രയും ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മൾ ഒരുപാട് ഉള്ളി അങ്ങനെയൊന്നും ഇട്ടിട്ട് നമ്മുടെ ഉപ്പേരിനെ അങ്ങോട്ട് മോശമാക്കുന്നില്ല. എന്ന് വെച്ചാൽ ഉപ്പേരിയിൽ നമ്മൾ ഉള്ളി ചേർത്താൽ മോശമാണെന്നല്ല. അപ്പോൾ ഇതാ നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ട് തട്ടിക്കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമ്മളെന്താ ഇതിനെ ഇളക്കി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ കഷ്ണങ്ങൾ നന്നായിട്ട് പൊടിയായി അരിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മാത്രമേ വേവുള്ളൂ. ഒരു 5 മിനിറ്റൊക്കെ ധാരാളം മതിയാവും. മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ഇതാ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നത് നിങ്ങൾക്ക് കാണാനില്ലേ. അപ്പോൾ നമ്മുടെ ഉപ്പേരി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതാണ് നമ്മൾ വെന്തു എന്ന് അറിയാനുള്ള ഒരു മെത്തേഡ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കഷ്ണങ്ങൾ പിടിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഉലർന്ന് വരാനായിട്ട് ഒരു 2 മിനിറ്റും കൂടെ നമ്മൾ ഇതേപോലെ ഒരു ചെറിയ തീയിൽ ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ ഉപ്പേരി പാകത്തിന് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. തേങ്ങ ഓപ്ഷനിലാണ്. തേങ്ങ ഇട്ടാൽ നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് ഉപ്പേരിയുടെ റെസിപ്പി എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾ തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.